ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HSI നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. മൊഡ്യൂൾ 4 എക്കോളജിയിലെ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെന്റ് ടോപ്പിക്കിലെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പോകാം വീഡിയോയിലേക്ക്. എന്താണ് വന്യജീവി സങ്കേതങ്ങൾ അഥവാ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്? വന്യജീവികളുടെ വംശനാശം തടയുന്നതിന് വേണ്ടി പ്രൊട്ടക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു മേഖല ഏരിയയാണ് വന്യജീവി സങ്കേതം. നാഷണൽ പാർക്ക് പോലെ തന്നെയാണ്. പക്ഷെ ചെറിയ വ്യത്യാസമുള്ളത്, ഇത് സംസ്ഥാന സർക്കാരിന്റെ പരിധിയിലായിരിക്കും വന്യജീവി സങ്കേതങ്ങൾ വരുന്നത്. അതാണ് ചെറിയൊരു വ്യത്യാസമുള്ളത്. ഏതെങ്കിലും ഏരിയയിലുള്ള ഡൈവേഴ്സിറ്റിയെ കൺസർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഏരിയയെ സംരക്ഷിത മേഖലയായിട്ട് പ്രഖ്യാപിക്കുന്നു. അത് സംസ്ഥാന സർക്കാരാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഏരിയ വന്യജീവി സങ്കേതങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ആകെ വന്യജീവി സങ്കേതങ്ങൾ 573 ഉണ്ട്. എനിക്ക് കിട്ടിയ ഡേറ്റ വെച്ചിട്ടുള്ള ഒരു കണക്കാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഡേറ്റയിൽ വ്യത്യാസം വന്നേക്കാം. ഇപ്പോൾ ഗൂഗിളിന്റെ സഹായത്താലോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും റാങ്ക് ഫയലിലൊക്കെ ചിലപ്പോൾ ഈ നമ്പറിൽ വ്യത്യാസം കണ്ടേക്കാം. അതൊന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. ഇന്ത്യയിൽ ആകെ 573 വന്യജീവി സങ്കേതങ്ങൾ ഉണ്ടെന്നാണ് നിലവിലെ കണക്കനുസരിച്ച് പറയുന്നത്. ഇതിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം, ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. ഓൾമോസ്റ്റ് നാഷണൽ പാർക്കുകൾ തന്നെ എല്ലാം തന്നെ വന്യജീവി സങ്കേതങ്ങൾ തന്നെയാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ളതും പല നാഷണൽ പാർക്കുകളും, പെരിയാർ നാഷണൽ പാർക്ക് അതിന്റെ തന്നെ ഒരു ഭാഗമാണ് പെരിയാർ വന്യജീവി സങ്കേതം. അതുപോലെ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഒരു വന്യജീവി സങ്കേതം കൂടിയാണ്. അത് തന്നെയാണ് ആദ്യത്തെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നാഷണൽ പാർക്കും അതുപോലെ തന്നെ വന്യജീവി സങ്കേതം. വന്യജീവി സങ്കേതങ്ങൾ ഇല്ലാത്ത സംസ്ഥാനം, അത് നാഷണൽ പാർക്ക് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു പഞ്ചാബാണെന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെ. പഞ്ചാബിൽ ഒരു തരത്തിലുള്ള നാഷണൽ പാർക്കോ വന്യജീവി സങ്കേതങ്ങളോ കാണപ്പെടുന്നില്ല. ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങൾ ഉള്ള രാജ്യം അത് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയയാണ് ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങൾ ഉള്ളത്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വന്യജീവി സങ്കേതം കാണപ്പെടുന്നത് റോയൽ ഹണ്ടിങ് റിസർവ് ആണ്. അത് പോളണ്ടിലാണ്. പോളണ്ടിൽ കാണപ്പെടുന്ന റോയൽ ഹണ്ടിങ് റിസർവ് ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ആദ്യകാലങ്ങളിൽ ഉണ്ടായ വന്യജീവി സങ്കേതം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് മയൂരേശ്വർ വന്യജീവി സങ്കേതമാണ്. അത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ മയൂരേശ്വർ വന്യജീവി സങ്കേതമാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറുത്. ഇന്ത്യയിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രം അതും ജിം കോർബറ്റ് നാഷണൽ പാർക്ക് തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം, അതായത് വലിപ്പത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തുന്ന വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് ഗുജറാത്തിലെ കച്ച് മരുഭൂമി തന്നെയാണ്. അതായത് ഗ്രേറ്റ് റാൻ ഓഫ് കച്ച് എന്ന് പറയില്ല, അത് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആകെ വന്യജീവി സങ്കേതങ്ങൾ 18 എന്നും പറയുന്നുണ്ട്, 19 എന്നും പറയുന്നു. കറക്റ്റ് പഴയകാല റെക്കോർഡുകളെല്ലാം 18 പറയുന്നതെങ്കിലും ഒരെണ്ണം കൂടെ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അത് 2020 ആഡ് ചെയ്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് വരുമ്പോൾ 19 വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിൽ അതാണ് ഞാൻ 18+1 വെച്ചിരിക്കുന്നത്. കാരണം കറക്റ്റ് എത്രയാണെന്ന് PSCയുടെ ബുള്ളറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. ചിലതിൽ 18, എന്നാൽ പുതിയ ഡേറ്റയിലൊക്കെ 19 പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളത് പഠിക്കുമ്പോൾ ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് വേണം പഠിക്കാൻ. എനിക്കിപ്പോൾ കറക്റ്റ് ഒരു 19 എടുത്ത് പറയാൻ പറ്റുന്നില്ല, കാരണം ചില ആൻസർ കീയിലൊക്കെ 18 കിടക്കുന്നത്. അപ്പോൾ പുതുതായിട്ട് ഒരെണ്ണം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, 2020 ആഡ് ചെയ്ത്. അതും കൂടെ ചേർക്കുകയാണെങ്കിൽ 19 വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആണ് അംഗീകരിച്ചിരിക്കുന്ന ലിസ്റ്റിൽ കാണപ്പെടുന്നത്. കേരളത്തിലെ ആകെ വന്യജീവി സങ്കേതങ്ങൾ 18 അല്ലെങ്കിൽ 19. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം പാമ്പാടും ചോല നാഷണൽ പാർക്ക് തന്നെയാണ്. പാമ്പാടും ചോല നാഷണൽ പാർക്കുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറി തന്നെയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം. എന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം അത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. അപ്പൊ നമുക്ക് ആ 18 അല്ലെങ്കിൽ 19 വന്യജീവി സങ്കേതം ഒന്ന് സ്പീഡിന് ഒന്ന് നോക്കാം എന്താണ് അതിന്റെ പ്രത്യേകത. അതിൽ ഒന്നാമത്താണ് പെരിയാർ വന്യജീവി സങ്കേതം. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ പൈനാവ് ആസ്ഥാനമാക്കിയിട്ടാണ് പെരിയാർ വന്യജീവി സങ്കേതം കാണപ്പെടുന്നത്. ഇതിന്റെ ആദ്യ പേര് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നാണ്. ഈ പേര് നൽകിയത് 1934 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിന്റെ സമയത്താണ് ആദ്യമായിട്ട് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന പേരിൽ ഈ ഒരു വന്യജീവി സങ്കേതം അറിയപ്പെട്ടത്. പിന്നെ മറ്റൊരു പേര് തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു. 1950 പെരിയാർ വന്യജീവി സങ്കേതം എന്ന പേര് ഉണ്ടായി. അതായത് 1950 ഈ പെരിയാർ വന്യജീവി സങ്കേതം എന്ന പേരിൽ ഇത് അറിയപ്പെട്ട് തുടങ്ങിയത്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം തന്നെയാണ് പെരിയാർ വന്യജീവി സങ്കേതം. അതായത് 777 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ കാണപ്പെടുന്ന ഒരു വലിയ, കേരളത്തിലെ ഏറ്റവും വലിയ, അതുപോലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം.
കേരളത്തിലെ ആദ്യത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം അല്ലെങ്കിൽ കടുവാ സംരക്ഷണ സങ്കേതം എന്ന് ചോദിച്ചാൽ അത് പെരിയാർ തന്നെയാണ്. കടുവകളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വന്യജീവി സങ്കേതം മുന്നോട്ട് പോകുന്നത്. 1978 പെരിയാർ ടൈഗർ റിസർവ് ആയി ഇത് പ്രഖ്യാപിക്കപ്പെടുന്നത്. ഈ വന്യജീവി സങ്കേതത്തിനെ പെരിയാർ ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. ഇത് ഇന്ത്യയിലെ 10ാമത്തെ കൂടിയാണ്. ഇന്ത്യയിൽ പല ടൈഗർ റിസർവ് വന്നിട്ടുണ്ട്. ടൈഗറുകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന പ്രോജക്ട് ടൈഗറിന്റെ ഭാഗമായിട്ടാണ് വന്നത്. പ്രോജക്ട് ടൈഗർ വരുന്നത് 1973 ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ് ഇത് വരുന്നത്. അതിന്റെ ലക്ഷ്യം ആ ഒരു പ്രോജക്ട് ടൈഗറിന്റെ റിസർവിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ 10ാമതായിട്ട് വന്ന ഒരു പ്രോജക്ട് ടൈഗർ റിസർവ് കൂടിയാണ് പെരിയാർ വന്യജീവി സങ്കേതം. അത് ഇന്ത്യയിലെ 10ാമതാണ്. പ്രോജക്ട് എലിഫന്റ്, അതായത് കടുവകളെ മാത്രമല്ല ആനകളെയും സംരക്ഷിക്കുന്ന ലക്ഷ്യത്തോടുകൂടി പ്രോജക്ട് എലിഫന്റ് എന്ന ഒരു പദ്ധതി വന്നിട്ടുണ്ടായിരുന്നു. അത് 91-92 കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ വരുന്നത്. 92 പെരിയാറിനെയും പ്രോജക്ട് എലിഫന്റിന്റെ ഭാഗമാക്കി ഉൾപ്പെടുത്തുന്നത്. പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ് പ്രസ്തുതമായ മംഗളക്ഷേത്രവും അതുപോലെ ശബരിമലയൊക്കെ ഉൾപ്പെടുന്നത് ഈ പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ്. ആന, കടുവ തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാന സംരക്ഷിത മൃഗങ്ങൾ. വന്യജീവി സങ്കേതത്തിന് വേണ്ടി പ്രയത്നിച്ച ഒരു ബ്രിട്ടീഷ് ഓഫീസർ, ഇതിനു വേണ്ടി പ്രയത്നിച്ച ഒരു ബ്രിട്ടീഷ് ഓഫീസറാണ് HCH റോബിൻസൺ. HCH റോബിൻസൺ എന്ന ഒരു ബ്രിട്ടീഷുകാരൻ ഈ ഒരു വന്യജീവി സങ്കേതത്തിനോട് ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് പീച്ചി വാഴാനി വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള രണ്ടാമത്തെ വന്യജീവി സങ്കേതം. പഴക്കമുള്ള ഓൾഡസ്റ്റിൽ രണ്ടാമതാണ്, അല്ല വലിപ്പത്തിലല്ല. രൂപപ്പെട്ടതിൽ ഒന്നാമത് കേരളത്തിൽ രൂപപ്പെട്ടത് പെരിയാറാണെങ്കിൽ രണ്ടാമത് രൂപപ്പെട്ടതാണ്. ആ രണ്ടാമത് രൂപപ്പെട്ടതാണ്, വലിപ്പത്തിലല്ല. രണ്ടാമത് രൂപപ്പെട്ടത് പീച്ചി വാഴാനി വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ പഴക്കം ചെന്നത് രണ്ടാമത്തതാണ്. 1958 ഇത് നിലവിൽ. 50 പെരിയാർ വന്നെങ്കിൽ 58 ഇത് നിലവിൽ വന്നിരിക്കുന്നത്. ഞാൻ ഈ ഒരു ഓർഡറിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഏകദേശം പ്രഖ്യാപിക്കപ്പെട്ട അല്ലെങ്കിൽ നിലവിൽ വന്ന വർഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഒരു 19 വന്യജീവി സങ്കേതങ്ങളും തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു സൗകര്യത്തിന് വേണ്ടി ഏതാണ് ആദ്യം വന്നതെന്ന് അറിയാൻ വേണ്ടി അങ്ങനെ ചെയ്തിരിക്കുന്നത്. രണ്ടാമത് 1958 നിലവിൽ വന്നതാണ് പീച്ചി വാഴാനി വന്യജീവി സങ്കേതം. അപ്പോൾ 1958 രണ്ടാമത് വന്നതാണ് പീച്ചി വാഴാനി വന്യജീവി സങ്കേതം. തൃശൂർ ജില്ലയിലെ തലപ്പള്ളി താലൂക്കിലിട്ടാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. 50-ൽ പരം വ്യത്യസ്ത ഓർക്കിഡുകളും അനവധി ഔഷധ ചെടികളും കാണപ്പെടുന്ന ഒരു വന്യജീവി സങ്കേതം കൂടിയാണ് പീച്ചി വാഴാനി. ഇവിടെ കാണപ്പെടുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് പൊന്മുടി. തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടിയല്ല, തൃശ്ശൂർ ജില്ലയിലെ ഈ ഒരു വന്യജീവിതത്തിലെ ഒരു കൊടുമുടി ഉണ്ട്. അവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, അതിന്റെ പേര് പൊന്മുടി എന്നാണ്. മൂന്നാമത് രൂപപ്പെട്ട ഒരു വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. അത് 1958 തന്നെയാണ് രൂപപ്പെട്ടത്. തിരുവനന്തപുരം ജില്ലയിലെ വന്യജീവി സങ്കേത കേന്ദ്രമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. നെയ്യാർ അണക്കെട്ടിന്റെ സംഭരണ മേഖലയിൽ ഏകദേശം 128 ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു മേഖലയാണ്, വനഭൂമി കൂടിയാണ് നെയ്യാർ. അപ്പൊ നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആ നെയ്യാർ അണക്കെട്ടിന്റെ ചുറ്റുപാടുള്ള വനപ്രദേശമാണ്. 1958 ഇത് വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത്. നിത്യഹരിത വനങ്ങൾ, പർണപാതി വനങ്ങൾ എന്നിങ്ങനെ പലതരം വൃക്ഷങ്ങൾ അടങ്ങിയിട്ടുള്ള വനപ്രദേശമാണ് നെയ്യാർ. ആനമുടി കഴിഞ്ഞാൽ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ അഗസ്ത്യാകൂടം കാണപ്പെടുന്നതും ഈ വനപ്രദേശത്താണ്. അപ്പം കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി കഴിഞ്ഞാൽ പിന്നെ ഉയരം കൂടിയത് അഗസ്ത്യാകൂടമാണ്. അത് ഈ ഒരു നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി പരിധിയിൽ വരുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട മരക്കുന്നം ദ്വീപിലാണ് കേരളത്തിലെ ആദ്യത്തെ അല്ലെങ്കിൽ ഏക ലയൺ സഫാരി പാർക്കും സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു വനപ്രദേശവുമായി ബന്ധപ്പെട്ട മരക്കുന്നം ദ്വീപിലാണ് കേരളത്തിലെ തന്നെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നതും ഈ ഒരു നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുമായി ബന്ധപ്പെട്ട. നാലാമതാണ് വയനാട് വന്യജീവി സങ്കേതം. ഇത് മുത്തങ്ങ വന്യജീവി സങ്കേതം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതമാണ്. വലിപ്പത്തിൽ രണ്ടാമതാണ്. ഒന്നാമത് പെരിയാറാണെങ്കിൽ വലിപ്പത്തിൽ രണ്ടാമത്തെ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് വയനാട് വന്യജീവി സങ്കേതമാണ്. ഇതിനെ തോൽപ്പെട്ടി സാങ്ച്വറി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. 1973 ഇത് നിലവിൽ വരുന്നത്. ഇതിന്റെ ആസ്ഥാനം സുൽത്താൻ ബത്തേരിയാണ്. കർണാടക, തമിഴ്നാട് എന്നീ 2 സംസ്ഥാനങ്ങളിലായിട്ട് ഇത് അതിർത്തി പങ്കിടുന്നുണ്ട്. ഇതിന്റെ അതിർത്തി കർണാടകയും തമിഴ്നാടുമായിട്ട് പങ്കിടുന്നുണ്ട്. കർണാടകയിലെ ബന്ദിപ്പൂർ നാഷണൽ പാർക്കും തമിഴ്നാട്ടിലെ മുതുമല നാഷണൽ പാർക്കും ഇതിന്റെ അതിർത്തിയിൽ വരുന്നതാണ്. അപ്പം ഈ ഒരു വയനാട് വന്യജീവി സങ്കേതത്തിന്റെ അതിർത്തിയിലാണ് കർണാടകയിലെ ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് വരുന്നതും അതുപോലെ തമിഴ്നാട്ടിലെ മുതുമലൈ നാഷണൽ പാർക്കും വരുന്നത്. പ്രോജക്ട് എലിഫന്റ് ഇവിടെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വണിയർ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളും കുറുമ, അടിയൻ,
കുറിച്ചിയർ, ഊരാളി, കാട്ടുനായ്ക്കർ തുടങ്ങിയ വിഭാഗത്തിലുള്ള ഗോത്രവർഗ ആദിവാസികൾ സമുദായങ്ങൾ ഈ ഒരു വനപ്രദേശത്ത് കാണപ്പെടുന്നു. ഇവിടുത്തെ സംരക്ഷിത മൃഗം പ്രധാനമായിട്ടും ആനയാണ്. അടുത്തതാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. പാലക്കാട് ജില്ലയിലെ മുതലമട ഗ്രാമപഞ്ചായത്തിൽ ചിറ്റൂർ താലൂക്കിലാണ് ഈ പറമ്പിക്കുളം വന്യജീവി സങ്കേതം കാണപ്പെടുന്നത്. തമിഴ്നാട്ടിലെ സേത്തുമടയിൽ നിന്ന് മാത്രമേ ഇത് പ്രവേശിക്കൂ. ഇതിന്റെ എൻട്രി തമിഴ്നാട്ടിലൂടെയാണ്. ഇപ്പൊ കേരളത്തിൽ നിന്നല്ലാതെ തമിഴ്നാട്ടിലൂടെ മാത്രം കടക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എൻട്രിക്ക് പറ്റുന്ന ഏക വന്യജീവി സങ്കേതവും അത് പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ്. കേരളത്തിലാണെങ്കിലും ഇതിന്റെ എൻട്രൻസ് തമിഴ്നാട്ടിലാണ്. എൻട്രൻസ് തമിഴ്നാട്ടിലൂടെ മാത്രമേ ഇത് എൻട്രി ചെയ്യാൻ പറ്റൂ. കേരളത്തിലൂടെ എൻട്രി ഇല്ല. അങ്ങനെ ഒരു വൈൽഡ് ലൈഫ് സാഞ്ചുറി ചോദിച്ചാൽ അത് പറമ്പിക്കുളമാണ്. കേരളത്തിൽ എൻട്രി ഇല്ലാത്ത, അതിന്റെ എൻട്രൻസ് ഇല്ലാത്ത, തമിഴ്നാട്ടിൽ മാത്രം എൻട്രൻസ് പറ്റുന്ന ഒരു വന്യജീവി സങ്കേതം പറമ്പിക്കുളമാണ്. അത് തമിഴ്നാട്ടിലെ സേത്തുമടയിലൂടെ മാത്രമേ എൻട്രി പറ്റത്തുള്ളൂ. കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവ് കൂടിയാണ്. കേരളത്തിലെ 2010 കേരളത്തിൽ രണ്ടാമത്തെ ടൈഗർ റിസർവ് നിലയിൽ വരുന്നത് അത് പറമ്പിക്കുളത്താണ്. ധാരാളം കാട്ടുപോത്തുകൾ കാണപ്പെടുന്നുണ്ട്. IUCN റെഡ് ഡേറ്റ ബുക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു വന്യജീവി സങ്കേതം കൂടിയാണ്. അതായത് IUCN റെഡ് ഡേറ്റ ബുക്കിലെ ത്രെട്ടൻഡ് സ്പീഷീസിൽ വരുന്ന കുറെ ജീവജാലങ്ങൾ ഉൾപ്പെടുന്ന ഒരു വന്യജീവി സങ്കേതം കൂടിയാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. പ്രസിദ്ധമായ ടോപ്പ് സ്ലിപ്പ് എന്ന ഒരു ഭാഗം കാണപ്പെടുന്നത് പറമ്പിക്കുളത്താണ്. അതുപോലെ തൂണക്കടവ് അണക്കെട്ട് പറമ്പിക്കുളത്തെ പ്രധാന അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. പിന്നെ ഏറ്റവും പഴക്കം ചെന്ന കണ്ണിമാര തേക്ക്, ഒരു തേക്ക്, ഏറ്റവും ഓൾഡസ്റ്റ് തേക്കാണ് കണ്ണിമാര തേക്ക്. ഈ ഒരു നാഷണൽ പാർക്കുമായി ബന്ധപ്പെട്ടതാണ്. അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ മഹാവൃക്ഷ പുരസ്കാരവും നേടിയിട്ടുണ്ട്. 1994 ആ ഒരു പുരസ്കാരവും ഈ വന്യജീവി സങ്കേതത്തിന് തേടിയെത്തിയിട്ടുണ്ട്. കാടർ, മലമലസർ, മുതുവർ എന്നീ ടൈപ്പ് ആദിവാസികളും ഈ ഒരു വന്യജീവി സങ്കേതത്തിന് ചുറ്റുപാടുമായി താമസിക്കുന്നുണ്ട്. ഇതിന്റെ ആസ്ഥാനം തൂണക്കടവാണ്. 1973 ഇത് രൂപീകരിച്ചത്. അടുത്താണ് ഇടുക്കി വന്യജീവി സങ്കേതം. ഇടുക്കി ഡാമിന് ചുറ്റുമായിട്ടുള്ള കാണപ്പെടുന്ന വനഭൂമിയാണ്. അതിനെ സംരക്ഷിക്കുന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയതാണ് ഇടുക്കി വന്യജീവി സങ്കേതം. എന്തുകൊണ്ടായിരിക്കാം? ഇടുക്കി ഡാം കൺസ്ട്രക്ഷൻ നടന്നപ്പോൾ അതിന് ചുറ്റുമുള്ള പല ജീവജാലങ്ങൾക്കും നാശങ്ങൾ വന്നു തുടങ്ങി. അപ്പൊ അതിനെ സംരക്ഷിക്കുന്ന ലക്ഷ്യത്തോടെയാണ് ആ ഡാമിന് ചുറ്റുമുള്ള വനപ്രദേശത്തെ ഒരു വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചത്. 1976 ഫെബ്രുവരി 9 ഇത് വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇടുക്കി വന്യജീവി സങ്കേതം തൊടുപുഴ, ഇടുക്കി താലൂക്കുകളിലായിട്ടാണ് ഇത് വ്യാപിച്ച്, 2 താലൂക്കുകളായിട്ട് വ്യാപിച്ചു കിടപ്പുണ്ട്. ഇടുക്കി അണക്കെട്ട്, അതുപോലെ ചെറുതോണി അണക്കെട്ട്, കുളമാവ് അണക്കെട്ടൊക്കെ ഈ വന്യജീവി സങ്കേതത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. അടുത്താണ് ബഗൂർ വന്യജീവി സങ്കേതം. ചില സോഴ്സുകളിലൊക്കെ ഈ ഒരു വന്യജീവി സങ്കേതത്തിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നില്ല. അതാണ് ഞാൻ 18 എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് ഇല്ലാത്ത വന്യജീവി സങ്കേതങ്ങളുടെ പരിധിയിൽ കാണപ്പെടുന്നത്. അപ്പൊ 18 ഉള്ളൂ. പക്ഷെ ഇത് 1982 നിലവിൽ വന്ന ഒരു വന്യജീവി സങ്കേതമാണ്. ചില ലിസ്റ്റുകളൊന്നും ഇത് കാണപ്പെടുന്നില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ 18 ഉള്ളൂ. ഇതും കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ 19 വന്യജീവി സങ്കേതമുണ്ട്. വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു വന്യജീവി സങ്കേതമാണ് ബഗൂർ വന്യജീവി സങ്കേതം. പച്ചപ്പും ഇടതൂർന്ന വനങ്ങളും കൊണ്ട് ചുറ്റപ്പെട്ട ഒരു മനോഹര വന്യജീവി സങ്കേതം കൂടിയാണ് ബഗൂർ വന്യജീവി സങ്കേതം. ആന, പുള്ളിപ്പുലി, പുള്ളിമാൻ, കാട്ടുപോത്ത്, കടുവ, കരടി, കാട്ടുപന്നി തുടങ്ങിയ ഒരുപാട് ധാരാളം മൃഗങ്ങൾ കാണപ്പെടുന്ന ഒരു വന്യജീവി സങ്കേതമാണ്. 1982 നിലവിൽ വരുന്നത്. അടുത്താണ് പേപ്പാറ വന്യജീവി സങ്കേതം. പേപ്പാറ വന്യജീവി സങ്കേതം പേപ്പാറ ഡാമിന് ചുറ്റുമുള്ള പ്രദേശത്തെ സംരക്ഷിക്കുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പേപ്പാറ വന്യജീവി സങ്കേതം സ്റ്റാർട്ട് ചെയ്തത്. 1983 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പേപ്പാറ ഡാം നിലവിൽ വന്ന ശേഷം അതിന് ചുറ്റുമുള്ള ഏരിയ ഒരു വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ വിതുര പഞ്ചായത്തിലാണ് കാണപ്പെടുന്നത്. പേപ്പാറ ഡാമിന് ചുറ്റുമുള്ള പ്രദേശമാണിത്. ദക്ഷിണ കേരളത്തിലെ തേക്കടി എന്നറിയപ്പെടുന്നത് പേപ്പാറ വന്യജീവി സങ്കേതമാണ്. അടുത്താണ് പ്രശസ്തമായ തട്ടേക്കാട് പക്ഷി സങ്കേതം. ഇതൊരു പക്ഷി സങ്കേതമാണ്. ഇവിടെ പക്ഷികളെ സംരക്ഷിക്കുന്ന ലക്ഷ്യത്തിൽ തുടങ്ങിയ ഒരു വന്യജീവി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. കേരളത്തിൽ 1983 ഓഗസ്റ്റ് 27 നിലവിൽ വന്ന ഒരു പക്ഷി സങ്കേതമാണ്. ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം എന്ന പേരിലും അല്ലെങ്കിൽ തട്ടേക്കാട് പക്ഷി സങ്കേതം എന്ന പേരിലും അറിയപ്പെടുന്നു. ഡോക്ടർ സലീം അലി ഒരുപാട് വിസിറ്റിങ്ങിലൂടെ വന്നിട്ടുണ്ടായി. പക്ഷികളുടെ നിരീക്ഷകനാണല്ലോ സലീം അലി എന്ന് പറഞ്ഞത്. അദ്ദേഹം ഇവിടെ വന്ന് ഒരുപാട് റിസർച്ച് നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആദരവ് പുലർത്തിക്കൊണ്ടാണ് ഈ ഒരു പക്ഷി സങ്കേതത്തിന് ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം എന്ന പേര് നൽകിയിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം എന്ന് ചോദിച്ചാൽ അത് തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. പ്രശസ്തമായ പക്ഷി നിരീക്ഷകന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതവും ഇത് തന്നെയാണ്, തട്ടേക്കാട് പക്ഷി സങ്കേതം. മലയാറ്റൂർ റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമാണിത്. എറണാകുളം ജില്ലയിലാണ് ഇത് കാണപ്പെടുന്നത്.
അടുത്തത് ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രം. തൃശൂർ ജില്ലയിലെ മുകുന്ദപുരം താലൂക്കിലാണ് ഇത് കാണപ്പെടുന്നത്. 1984 സ്ഥാപിതമായത്. പശ്ചിമഘട്ടത്തിലെ വെസ്റ്റേൺ ഘട്ടത്തിലെ നെല്ലിയാമ്പതി മലനിരകളുടെ ഭാഗമാണ് ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത്. ഇതിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ പേരാണ് കുന്ദ കൊടുമുടി. കുന്ദ കൊടുമുടി ഇതിൽ കാണപ്പെടുന്ന ഒരു ഉയരം കൂടിയ കൊടുമുടിയാണ്. കുറുമാലി നദിയിൽ കാണപ്പെടുന്ന ചിമ്മിനി അണക്കെട്ട് ഇതിന്റെ ഒരു ഭാഗമാണ്. അപ്പം ചിമ്മിനി അണക്കെട്ട് കുറുമാലി നദിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ചിമ്മിനി അണക്കെട്ടിന്റെ ഭാഗം കൂടിയാണ് ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രം. അടുത്തത് ആറളം വന്യജീവി സങ്കേതം. കേരളത്തിന്റെ വടക്കേ അറ്റത്ത് കാണപ്പെടുന്ന ഒരു വന്യജീവി സങ്കേതമാണിത്. കണ്ണൂരിലാണ് കാണപ്പെടുന്നത്. 1984 രൂപപ്പെട്ടത്. വളപട്ടണം പുഴയുടെ പ്രധാന നീർച്ചാലായ ചീങ്കണിപ്പുഴ, ബാവലിപ്പുഴ ഇതിലൂടെ കാണപ്പെടുന്നു. അതായത് വളപട്ടണം പുഴയുടെ പ്രധാന നീർച്ചാലായ രണ്ട് പുഴകളായ ചീങ്കണിപ്പുഴയും ബാവലിപ്പുഴയും ഇതിലൂടെ ഒഴുകുന്ന നദികളാണ്. ഡിസംബർ ജനുവരി മാസത്തിൽ നടക്കുന്ന ആൽബട്രോസ് ശലഭങ്ങളുടെ ദേശാടനം ശലഭ നിരീക്ഷകരുടെയും ജന്തുശാസ്ത്രജ്ഞരുടെയും പ്രത്യേക ശ്രദ്ധ ആകർഷിക്കുന്ന സ്ഥലം കൂടിയാണ്. അതായത് കൂടുതൽ ശലഭങ്ങളുടെ ദേശാടനം നടക്കുന്ന ഒരു വന്യജീവി സങ്കേതം കൂടിയാണ് ആറളം വന്യജീവി സങ്കേതം. ചരൽ കുരുവി അതുപോലെ കേരളത്തിൽ അപൂർവമായിട്ട് കാണപ്പെടുന്ന പാണ്ടൻ വേഴാമ്പലിനും ഈ ഒരു പ്രദേശത്ത് കാണാൻ കഴിയും. 2025 ജൂലൈയിൽ ഇതിനെ ആറളം ചിത്രശലഭ സങ്കേതം എന്ന് പുനർനാമകരണം ചെയ്തു. പുതിയ പേര് ആറളം വന്യജീവി സങ്കേതത്തിന്റെ പുതിയ പേര് ആറളം ചിത്രശലഭ സങ്കേതം എന്നാണ്. കാരണം ചിത്രശലഭങ്ങളുടെ ദേശാടനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചിത്രശലഭങ്ങൾ വരുന്നത് കൊണ്ട് ചിത്രശലഭ സങ്കേതം എന്നതിലാണ് അറിയപ്പെടുന്നത്. 2025 ജൂലൈയിലാണ് ഇതിന്റെ പേര് മാറി വന്നത്. അടുത്താണ് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ മറയൂരിനടുത്താണ് ഈ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി കാണപ്പെടുന്നത്. മഴനിഴൽ പ്രദേശത്ത് കാണപ്പെടുന്ന ഏക വന്യജീവി സങ്കേതം. ഓർത്തിരിക്കുക, മഴനിഴൽ പ്രദേശത്ത് കാണപ്പെടുന്ന ഏക വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാൽ അത് കേരളത്തിലെ ചിന്നാറാണ്. കേരളത്തിലെ കാര്യമാണ് പറഞ്ഞത്. കേരളത്തിലെ മഴനിഴൽ പ്രദേശത്ത് കാണപ്പെടുന്ന ഏക വന്യജീവി സങ്കേതം ചിന്നാറാണ്. ഇതിന്റെ പ്രധാന ജലസ്രോതസ്സാണ് ചിന്നാർ പാമ്പാർ നദികൾ. രണ്ട് നദികളാണ് ഇവിടുത്തെ പ്രധാന ജലസ്രോതസ്, ചിന്നാറും പാമ്പാറും. പാമ്പാർ നദി എന്താണ് പ്രത്യേകത? കേരളത്തിലെ 44 നദികളിൽ 3 കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ്. അതിൽ ഒരു കിഴക്കോട്ട് ഒഴുകുന്ന നദി പാമ്പാർ ചിന്നാറിലൂടെ ഒഴുകുന്ന നദിയാണ്. കുമരിക്കൽ മലയ്ക്ക് സമീപം ഉണ്ടാകുന്ന ചിന്നാർ നദി വന്യജീവി സങ്കേതത്തിന്റെ വടക്ക് പടിഞ്ഞാറ് അരികിലൂടെ 18ഓളം കിലോമീറ്റർ ദൂരത്ത് അന്തർ സംസ്ഥാന അതിർത്തിയിൽ പിന്തുടരുകയും തമിഴ്നാട്ടിലെ അമരാവതി നദിയായിട്ട് മാറുകയും ചെയ്യും. ചിന്നാർ നദിയുടെ ഒരു സൈഡ് കേരളവും മറു സൈഡ് തമിഴ്നാടാണ്. ഇപ്പൊ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഒരു നദിയുടെ അപ്പുറമായിരിക്കും. അതിന്റെ മറുവശം തമിഴ്നാടിന്റെ ടൈഗർ റിസർവാണ്. അപ്പൊ അങ്ങനെ ഒരു ബോർഡറിൽ പങ്കിടുന്ന ഒരു ഭാഗമാണ് ചിന്നാർ എന്ന് പറയുന്നത്. ഇപ്പൊ ചിന്നാറിലൂടെ ഒഴുകുന്ന നദി ശരിക്കും അത് ഉണ്ടാകുന്ന കുമരിക്കൽ മലയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇത് ഒഴുകിയിട്ട് തമിഴ്നാട്ടിലേക്ക് ചെല്ലുകയും പിന്നെ തമിഴ്നാട്ടിൽ അതിന്റെ പേര് അമരാവതി നദി എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യും. പാമ്പാർ നദി നേരത്തെ പറഞ്ഞു, മലനിരകളിൽ നിന്നുണ്ടാകുന്ന പാമ്പാർ നദി അത് കിഴക്കോട്ട് ഒഴുകുന്ന നദിയായിരിക്കും. കേരളത്തിലെ 44 നദികളിൽ 3 കിഴക്കോട്ട് ഒഴുകുന്നത് പറഞ്ഞു. അതിൽ ഒരു നദിയാണ് പാമ്പാർ നദി. വന്യജീവി സങ്കേതത്തിലെ പാമ്പാർ നദിയിലെ പൂവാനം വെള്ളച്ചാട്ടം വളരെ പ്രധാന ഒരു വിനോദ സഞ്ചാര കേന്ദ്രമാണ്. അപ്പൊ ഈ പാമ്പാർ നദിയിലെ ഒരു പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടമാണ് പൂവാനം വെള്ളച്ചാട്ടം. ചിന്നാർ വന്യജീവി സങ്കേതത്തിന് കീഴിലുള്ള പ്രദേശം മുതുവാർ, ഹിൽ പുലയ എന്നീ 2 തരം ആദിവാസി സമൂഹങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. അപ്പൊ ചിന്നാർ പോയിട്ടുള്ളവർക്ക് അറിയാം. ഇപ്പൊ ഞാൻ പോയിട്ടുള്ളത് എനിക്കറിയാം. അവിടെ ആ വൈൽഡ് ലൈഫ് സാങ്ച്വറി ചെല്ലുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളെ ഹോസ്റ്റ് ചെയ്യുന്നത്, നമുക്കുള്ള ആഹാരമൊക്കെ പാകം ചെയ്യുന്നത് ഈ ആദിവാസികളായിരിക്കും. അവരുടെ ചുറ്റുമുള്ള സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. കൂടുതലും മുതുവ, ഹിൽ പുലയ തുടങ്ങിയ ആദിവാസികളാണ് ആ പ്രദേശത്ത് കൂടുതൽ കാണപ്പെടുന്നത്. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ശ്രദ്ധയാകർഷിച്ച കുറച്ച് സ്പീഷീസുകളുണ്ട്. ഒന്ന് ചാമ്പൽ മലയണ്ണ, പിന്നെ അതുപോലെ ഇന്ത്യൻ നക്ഷത്ര ആമ, പിന്നെ മഞ്ഞ തൊണ്ടയുള്ള ബുൾബുൾ ബേഡ്, പിന്നെ അതുപോലെ ചില നദികളിൽ കാണപ്പെടുന്ന അപൂർവ ഇനം മത്സ്യങ്ങളുണ്ട്. അതായത് ഗരാമുള്ളിയ, അതുപോലെ റിവർ കാർപ്പ് ബാരിൽ, ഭീമൻ, ഡാനിയ തുടങ്ങിയ മത്സ്യങ്ങൾ ഇവിടുത്തെ റെയർ സ്പീഷീസിൽ ഉൾപ്പെടുന്നതാണ്. 1984 ഇത് രൂപീകരിച്ചത്. അടുത്ത വന്യജീവി സംഘത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഒരു സസ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സങ്കേതമാണ്. പലതവണ PSC ക്വസ്റ്റിന് ചോദിച്ചിട്ടുള്ളതാണ്. ഒരു സസ്യത്തിന്റെ വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏത്? അത് ചെന്തുരുണി വന്യജീവി സങ്കേതമാണ്. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്നതാണ് ചെന്തുരുണി എന്നോ ശെന്തുരുണി എന്ന് പറയാം. 1984 ഇത് നിലവിൽ വരുന്നത്. കൊല്ലം ജില്ലയിലെ പുനലൂർ താലൂക്കിലാണ് ഇത് കാണപ്പെടുന്നത്. തെന്മലയാണ് ഈ വന്യജീവി സംഘത്തിന്റെ ആസ്ഥാനം. കുളത്തൂപ്പുഴ റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമാണ്. ഇതിന്റെ ഒരു ഭാഗമാണ് കുളത്തൂപ്പുഴ റിസർവ് ഫോറസ്റ്റ്. അനാക്കാഡേസിയ കുടുംബത്തിൽ, മാവിന്റെ കുടുംബത്തിൽപ്പെട്ട ഗ്ലൂട്ട ട്രാവൻകോർക്ക എന്ന ചെന്തുരുണി മരങ്ങൾ ധാരാളം കാണപ്പെടുന്നതുകൊണ്ടാണ് ഈ വന്യജീവി സംഘത്തിന് എന്ത് പേര് വന്നത്?
ചെന്തുരുണി വന്യജീവി സങ്കേതം എന്ന പേര് വന്നത്. ചെന്തുരുണി പുഴ, കഴുത്തുരുട്ടി പുഴ, കുളത്തൂർ പുഴ തുടങ്ങിയ നദികൾ ഒരുമിച്ച് ചേർന്ന് ഇതിലൂടെ ഒഴുകുമ്പോൾ അതിന്റെ പേര് മാറുന്നു. അതിനെയാണ് നമ്മൾ കല്ലടയാണെന്ന് പറയുന്നത്. തെന്മല അണക്കെട്ടും ഇതിന്റെ ഒരു ഭാഗമാണ്. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്കും ഇതിനടുത്താണ് കാണുന്നത്. ഇതിന്റെ അടുത്താണ് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്കും കാണപ്പെടുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് തുമ്പികളുടെ കണക്കെടുപ്പ് നടന്നത് ഈ ഒരു വന്യജീവി സങ്കേതത്തിലാണെന്ന് കരുതപ്പെടുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് തുമ്പികളുടെ സെൻസസ് എടുത്തിട്ടുള്ളെങ്കിൽ അത് ഈ ഒരു വന്യജീവി സങ്കേതത്തിലാണെന്നാണ് കരുതപ്പെടുന്നത്. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും വലിയ ചിത്രശലഭമായ ഗരുഡശലഭവും, അതായത് സതേൺ ബേർഡ് വിങ് എന്നറിയപ്പെടുന്ന ഗരുഡശലഭവും, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ചിത്രശലഭങ്ങളൊന്നായ ഓറിയന്റൽ ഗ്രാസ് ജുവൽ എന്നറിയപ്പെടുന്ന ശലഭവും ഇവിടുന്ന് കണ്ടെത്തിയിട്ടുള്ളൂ. ഏറ്റവും വലിയതും ഏറ്റവും ചെറിയ ടൈപ്പ് ചിത്രശലഭങ്ങളും ഇവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ശിലായുഗ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് പേരുകെട്ടതാണ്. അതായത് ഇവിടുത്തെ വന്യജീവി സങ്കേതത്തിൽ ഒരുപാട് ശിലായുഗ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതിന് പേരുകെട്ട ഒരു വന്യജീവി സങ്കേതം കൂടിയാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. അടുത്തത് മംഗളവനം പക്ഷി സങ്കേതം. ഇതും ഒരു പക്ഷി സങ്കേതമാണ്. കേരളത്തിലെ പക്ഷി സങ്കേതം നഗരപ്രദേശത്ത് കാണപ്പെടുന്ന സ്ഥിതി ചെയ്യുന്ന ഒരു പക്ഷി സങ്കേതമാണ്. നഗരത്തിനോട് ചേർന്ന് കാണപ്പെടുന്ന ഒരു പക്ഷി സങ്കേതം ചോദിച്ചാൽ അത് മംഗളവനമാണ്. കൊച്ചി നഗരത്തിന്റെ ഹൃദയത്ത് നടുക്ക് ഭാഗത്താണ് കാണപ്പെടുന്നത്. കൊച്ചിയുടെ ശ്വാസകോശം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഏക പക്ഷി സങ്കേതം. കണ്ടൽ വനങ്ങളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കണ്ടൽ വനം ആ ഭാഗമാണ് ഇതിനെ പക്ഷി സങ്കേതം മാറ്റിയിരിക്കുന്നത്. അപ്പൊ കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഏക പക്ഷി സങ്കേതം ചോദിച്ചാൽ അത് മംഗളവനമാണ്. കൊച്ചിയിലാണ്. 2004 നിലവിൽ വരുന്നത്. ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഇത് തന്നെയാണ്. അടുത്തത് കുറിഞ്ഞിമല സംരക്ഷണ കേന്ദ്രം. പേര് തന്നെ ഉണ്ട്. നീലക്കുറിഞ്ഞി എന്ന അപൂർവ ഇനം സസ്യത്തെ, സ്ട്രോബിലാന്തസ് കുന്തിയാന എന്ന അപൂർവ ഇനം സസ്യത്തെ സംരക്ഷിക്കുക. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന ആ ചെടിയെ സംരക്ഷിക്കുക, അതോടൊപ്പം ആ കുറിഞ്ഞി മലയെയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ ഒരു വന്യജീവി സങ്കേതമാണ് കുറിഞ്ഞിമല സംരക്ഷണ കേന്ദ്രം. 2006 ഒക്ടോബർ 7 നിലവിൽ വന്നു. ജില്ല ഇടുക്കി, താലൂക്ക് ദേവികുളം. അടുത്തത് ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം. മയിലുകളുടെ സംരക്ഷണത്തിന് വേണ്ടി തുടങ്ങിയ ഒരു വന്യജീവി സങ്കേത കേന്ദ്രമാണ് ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം. കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രമാണ്. പാലക്കാട് ജില്ലയിലാണ്. 2007 നിലവിൽ വരുന്നത്. അടുത്തത് മലബാർ വന്യജീവി സങ്കേതം. 2010 ഓഗസ്റ്റ് 8 നിലവിൽ വരുന്നത്. മലബാറിലെ ഏക വന്യജീവി സങ്കേതമാണ് മലബാർ വന്യജീവി സങ്കേതം. മലബാറിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന കക്കയത്താണ് ഇത് കാണപ്പെടുന്നത്. കക്കയത്ത്, അതിനെ കക്കയം വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന പേരിൽ ചിലപ്പോൾ അറിയപ്പെടുന്നുണ്ട്. കക്കയം വൈൽഡ് ലൈഫ് സാങ്ച്വറി അല്ലെങ്കിൽ മലബാർ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് കക്കയത്താണ്. കോഴിക്കോട് കൊയിലാണ്ടി താലൂക്കിലെ കക്കയം പന്നിക്കോട്ടൂർ വനമേഖലയിലാണ് ഇത് കാണപ്പെടുന്നത്. ഇവിടെ നിന്ന് ഒഴുകുന്ന ഒരു പ്രധാനപ്പെട്ട നദിയാണ് കുറ്റ്യാടിപ്പുഴ. കോഴിക്കോടിന്റെ എല്ലാമായ കുറ്റ്യാടിപ്പുഴ ഈ ഒരു വന്യജീവി സങ്കേതത്തിലൂടെയാണ് ഒഴുകുന്നത്. അടുത്തതാണ് കൊട്ടിയൂർ വന്യജീവി സങ്കേതം. കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഒരു വന്യജീവി സങ്കേതമാണ് കൊട്ടിയൂർ വന്യജീവി സങ്കേതം. കണ്ണൂർ ജില്ലയിൽ തന്നെ 2ാമത്തെ വന്യജീവി സങ്കേതമാണ്. നേരത്തെ കണ്ണൂർ ജില്ല ഒന്നും പറഞ്ഞല്ലോ. അതുപോലെ കണ്ണൂർ ജില്ല 2ാമത്താണ് കൊട്ടിയൂർ വന്യജീവി സങ്കേതം. കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമായ ആറളം വന്യജീവി സങ്കേതത്തിനെ പോലെ തന്നെ ഇതിന്റെ അതിർത്തിയിലാണ് ബന്ദിപ്പൂർ, കർണാടകയിലെ ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് വരുന്നത്. ആറളത്ത് വരുന്നത് പോലെ ഇതിന്റെയും സൈഡിലെ ഒരു അതിർത്തിയിൽ കർണാടകയിലെ ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് വരുന്നുണ്ട്. അതിനൊരു പ്രത്യേകതയുണ്ട്. പക്ഷികളുടെ പർദീസ് എന്നറിയപ്പെടുന്ന ഒരു നാഷണൽ പാർക്കാണ് കർണാടകയിലെ ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്. ബാവലിപ്പുഴ ഈ സങ്കേതത്തിന്റെ ഒരു അതിർത്തിയിലൂടെയാണ് ഒഴുകുന്നത്. ഇതിനോട് ചേർന്നാണ് പ്രസിദ്ധമായ കൊട്ടിയൂർ തീർത്ഥാടന കേന്ദ്രം. 2011 മാർച്ച് 1 നിലവിൽ വരുന്നത്. ഈ ഒരു പ്രദേശത്ത് കാണപ്പെടുന്ന ഗോത്രവർഗ്ഗക്കാരാണ് ചോല നായ്ക്കർ. കേരളത്തിലെ അവസാനം രൂപീകരിക്കപ്പെട്ട ഒരു വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. ഇതിപ്പോ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നാഷണൽ പാർക്ക് പഠിപ്പിച്ചു ഞാൻ പറഞ്ഞായിരുന്നു. ഇത് പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ, നിലവിൽ അതിന്റെ പേരൊന്നും മാറിയിട്ടില്ല. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന് നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിക്കുന്നു. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ കരുളത്ത് നെന്തിങ്കായത്താണ് കാണപ്പെടുന്നത്. മലപ്പുറം ജില്ലയിലെ ആദ്യ വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ. ചെങ്കുത്തായിട്ടൊരു ഭൂപ്രകൃതിയാണ് കാണപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 45 മീറ്റർ ഉയരത്തിലുള്ള കരുളായിൽ തുടങ്ങി പിന്നെ 2564 ഹൈറ്റിൽ കാണപ്പെടുന്ന മുക്കുറുത്തി മലയിൽ ഇത് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അത്രയും ഡിസ്റ്റൻസിൽ കാണപ്പെടുന്ന ഒരു വലിയ വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ. കേരളത്തിൽ കാണപ്പെടുന്ന നിത്യഹരിത വനങ്ങൾ, അർദ്ധ നിത്യഹരിത വനങ്ങൾ, ഇലപൊഴിയും വനങ്ങൾ, ആർദ്ര വനം, പുൽമേടുകൾ, ചോലവനങ്ങൾ, മലമുകളിലെ ശീതോഷ്ണ വനങ്ങൾ, ഈറ്റ, മുളങ്കാടുകൾ എല്ലാം കൂടെ കാണപ്പെടുന്ന ഏക വന്യജീവി. ഇത്രയും ഡൈവേഴ്സിറ്റിയിലും മരങ്ങളും മുളകളും ഒക്കെ കാണപ്പെടുന്ന
കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം അത് കരിമ്പുഴയാണ്. മറ്റൊരു പ്രധാന ഒരുപാട് കാടുകളുള്ള ഏരിയയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് അധികം കടന്നു ചെല്ലാൻ പറ്റാത്ത ഏരിയ ആയതുകൊണ്ട് മനുഷ്യ സ്പർശം ഏക്കാത്ത പ്രദേശങ്ങളാണ് ഇതിന്റെ പ്രധാന പ്രത്യേകത. പല ഭാഗത്തും മനുഷ്യർ കടന്നു ചെന്നിട്ടില്ല. അതുകൊണ്ട് മലിനീകരണം കുറവായിരിക്കും. മനുഷ്യ സ്പർശം ഏക്കാത്ത ഭാഗങ്ങളാണ് ഈ വന്യജീവി സങ്കേതത്തിലുള്ളത്. IUCN റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ വംശനാശ ഭീഷണിയുള്ള പല ജീവികളും ഈ പ്രദേശത്ത് കാണപ്പെടുന്നു. ഏഷ്യയിൽ തന്നെ അവശേഷിക്കുന്ന ഗുഹാനിവാസികളും അതിപുരാതന ഗോത്രവർഗങ്ങളുമായ ചോല നായ്ക്കരുടെ വാസസ്ഥലം നിലനിർത്തിക്കൊണ്ടാണ് അവർ രൂപീകരിച്ചത്. ആ ഭാഗത്തിനെ ഇതിന്ന് ഒഴിവാക്കിയിട്ടാണ് ഈ ഒരു വന്യജീവി സങ്കേതം രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഏഷ്യയിൽ തന്നെ ഇപ്പോഴും അവശേഷിക്കുന്ന പഴയ ഗുഹാനിവാസികളും അതുപോലെ വളരെ പഴയ ഗോത്രവർഗകരുമായ ചോല നായ്ക്കരെ അവരുടെ ഭാഗം അവർ കാണപ്പെടുന്ന ഭാഗത്തെ ഈ വന്യജീവി സങ്കേതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടാണ് ബാക്കിയുള്ള ഭാഗമാണ് വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2020 ജൂലൈ 3-നാണ് നിലവിൽ വന്നത്. വളരെ അടുത്ത് നിലവിൽ വന്ന ഒരു വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. ഇതിപ്പോ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചു. ഇതോടൊപ്പം നമുക്ക് പല സോഴ്സുകൾ വേറെയും വന്യജീവി സങ്കേതം കാണാൻ കഴിയും. അതിന്റെ പേര് ജസ്റ്റ് മെൻഷൻ ചെയ്യാം. എന്നാലും പ്രധാനപ്പെട്ട ലിസ്റ്റിലേക്ക് PSCയുടെയും കേരള ടൂറിസത്തിന്റെ സൈറ്റിൽ കാണപ്പെടുന്ന പേരുകളാണ് ഞാൻ ആദ്യത്തെ 19 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കിയും കാണപ്പെടുന്നത് ഒന്ന് അതിന്റെ പേര് കൂടെ അറിഞ്ഞിരിക്കുക. അതിലൊന്നാണ് അരിപ്പ വന്യജീവി സങ്കേതം. അതൊരു പക്ഷി സങ്കേതമാണ് തിരുവനന്തപുരം ജില്ലയിൽ. പിന്നെ ഒന്ന് കടലുണ്ടി പക്ഷി സങ്കേതമാണ്, മലപ്പുറം ജില്ലയിലാണ്. കേരളത്തിലെ ദേശാടന പക്ഷികളുടെ പർദീസ് എന്നറിയപ്പെടുന്നത് കടലുണ്ടി പക്ഷി സങ്കേതമാണ്. അതുപോലെ കുമരകം പക്ഷി സങ്കേതം, അത് കോട്ടയത്താണ്. കക്കയം വന്യജീവി സങ്കേതം നേരത്തെ പറഞ്ഞു. മലബാർ വന്യജീവി സങ്കേതത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള തന്നെയാണ് അടുത്ത പുതിയൊരു വന്യജീവി സങ്കേതം തുടങ്ങിയിരിക്കുന്നത് കക്കയം. അതും മലബാർ വന്യജീവിന്റെ ഒരു ഭാഗമായിട്ട് റീഡ് തവളകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ഭാഗമായിട്ട് ഇപ്പം കക്കയം വൈൽഡ് ലൈഫ് സാഞ്ചുറി പേരിൽ പുതുതായിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കോടനാട് വന്യജീവി സങ്കേതം, അത് എറണാകുളം ജില്ലയിലാണ്. ആന പരിശീലന കേന്ദ്രം, ആനകളെ പരിപാലിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് കോടനാട് വന്യജീവി സങ്കേതം. പിന്നെ കോട്ടൂർ ആന സങ്കേതം, അവിടെയും ആനകളെ പരിപാലിക്കുന്ന സ്ഥലമാണ്. തിരുവനന്തപുരം ജില്ലയിലെ കാപ്പുകാടിനടുത്താണ് ഇത് കാണുന്നത്. ആനകളെ പുനരധിവസിപ്പിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് കോട്ടൂർ ആന സങ്കേതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വൈൽഡ് ലൈഫ് സാഞ്ചുറീസ് ആണ്. ഇന്ത്യയിലെ 573 വൈൽഡ് ലൈഫ് സാഞ്ചുറീസ് ഉണ്ട്. അതിന്റെ എല്ലാ പേരും നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ അതിൽ ആദ്യത്തതും വളരെ പഴക്കം ചെയ്തത് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഉൾപ്പെടുത്തുന്ന വലിയൊരു ടോപ്പിക് ആയിട്ട് മാറും. പിന്നെ ഞാൻ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളാണ്. അത് ഒരു 19 ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം കുറച്ച് അഡീഷണൽ പോയിന്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലുള്ള പുതിയ ഡേറ്റാസും കൂടെ കളക്ട് ചെയ്തിട്ട് വേണം പഠിക്കാൻ. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക് എടുക്കണം. എല്ലാവർക്കും ശരി.